പാലക്കാട്ടെ വ്യാജ വോട്ടിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. VD സതീശനും ഷാഫി പറമ്പിലുമാണ് വ്യാജ വോട്ട് ചേർത്തത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതികൾ പാലക്കാട് തമ്പടിക്കുന്നത് ദുരൂഹമാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം കുപ്രസിദ്ധ കേസിലെ പ്രതികളും താമസിക്കുകയാണ്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാനും പ്രതികൾ പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നു എന്നും EN സുരേഷ് ബാബു ആരോപിച്ചു. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ്. കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ ബൈ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് VD സതീശനും UDFന്റെ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലും ഈ മൂവർ സംഘമാണ് വ്യാജ വോട്ട് ചേർത്താൻ ഗൂഢാലോചന നടത്തിയത്. വ്യാജ ID കാർഡ് നിർമ്മാണ കേസിലെ പ്രതികളെല്ലാം ഈ പാലക്കാട് മണ്ഡലത്തിൽ വന്ന് തമ്പടിക്കുന്നത് തന്നെ എന്തോ ഒരു ഗൂഢ ലക്ഷ്യം അവർ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുപ്രസിദ്ധമായ കേസ് പ്രതികൾ എങ്ങനെയാണ് UDFന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം താമസിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത്? ഈ മണ്ഡലത്തിൽ വ്യാജ വോട്ട് ID കാർഡും നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടിയാവണം. അതുകൊണ്ടാണ് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഋഷിപാലുണ്ട് വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ കോൺഗ്രസിനെതിരെ കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണോ CPIM? ഇനിയിപ്പോൾ 2700 വ്യാജ വോട്ടുകൾ എന്ന പരാതി, അതിന്മേലിപ്പോൾ കലക്ടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് CPMന്റെ അടുത്ത നീക്കം? സ്മൃതി, ഇപ്പോൾ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ച അന്വേഷണം അത് പ്രഹസനമാകരുത് എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഈ അന്വേഷണം CPM നേതൃത്വം നിരീക്ഷിക്കും. അന്വേഷണം വഴിതെറ്റുകയാണെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് CPM. 18-ന് പാലക്കാട് വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നു നാളെയുമായി അന്വേഷണം ഏത് ദിശയിലാണ് പോകുന്നതെന്ന് അവർ വിലയിരുത്തും. 2000 ചില്ലാനം വോട്ടുകൾ അത് വ്യാജ വോട്ടുകളാണെന്ന ആരോപണം ഉയർത്തിക്കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാനുള്ള തീരുമാനത്തിലേക്ക് CPM എത്തുന്നു. ഈ വോട്ടുകൾ അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകാൻ പാടില്ല. അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി നൽകാത്ത ഒരു സാഹചര്യം വരുന്നതുവരെ നിയമപോരാട്ടം തുടരാനുള്ള തീരുമാനമെടുത്തു. അതിനൊപ്പമാണ് ഏതെങ്കിലും തരത്തിൽ CPM ഉന്നയിച്ചതുപോലെയല്ല അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് പ്രകാരമല്ല അന്വേഷണം പോകുന്നതെങ്കിൽ 18-ന് വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്ന് പറഞ്ഞു. അത് കൂടിയാലോചനകൾ ഉടൻ നടത്തും. മന്ത്രി MP രാജേഷ് അടക്കം CPMന്റെ പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ അവർ നടത്തും. എങ്ങനെയുള്ള സമരം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തണമെന്ന ആവശ്യവും CPM ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദീപക് മലയമിലേക്ക്